നമസ്കാരം, ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് മാർച്ച് 17, 2026 ചൊവ്വ. അങ്ങനെ ഇന്നും മാർക്കറ്റിന് അതിശക്തമായ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇത് ആദ്യമായിട്ടാണ് ഈ മാസം ഇന്ത്യൻ മാർക്കറ്റിന് തുടർച്ചയായി 2 ട്രേഡിംഗ് സെഷനിൽ നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായത്. മാത്രമല്ല, ഈ മാസം 12-ാം തീയതി അഥവാ കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു നിഫ്റ്റിക്ക് അവസാനമായി 23,500 എന്ന ലെവലിന് മുകളിലായിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിക്കുകയും ഉണ്ടായത്. എന്തെല്ലാം കാരണങ്ങൾ കൊണ്ടാണ് ഇന്ന് നമ്മുടെ മാർക്കറ്റിന് നേട്ടം നിലനിർത്തുവാനായതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കാം. ഇന്ന് ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസിലും ഗ്യാപ്പ് അപ്പോട് കൂടിയിട്ടുള്ള ഓപ്പണിംഗ് തന്നെയായിരുന്നു ലഭ്യമായിരുന്നതും. മാത്രമല്ല 23,346 എന്ന ലെവലിൽ നിഫ്റ്റിക്ക് ഇന്ന് സപ്പോർട്ടും എടുക്കുവാൻ സാധിച്ചു. തുടർന്ന് മാർക്കറ്റിന് ശക്തി ആർജിക്കുവാൻ സാധിച്ചെങ്കിലും 23,656 എന്ന ലെവലിൽ റെസിസ്റ്റൻസും നേരിടേണ്ടതായിട്ട് വന്നു. ഏകദേശം 300-ലേറെ പോയിന്റുകളുടെ ട്രേഡിംഗ് റേഞ്ചും ഇന്ന് നിഫ്റ്റിയിൽ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. തൽഫലമായി 172 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഇന്നത്തെ വീക്ക്ലി എക്സ്പയറി 23,500 എന്ന ലെവലിന് മുകളിലായിട്ട് അവസാനിപ്പിക്കുവാനുമായപ്പോൾ സെൻസെക്സിന് 567 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും ബാങ്ക് നിഫ്റ്റിക്ക് 462 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. മാത്രമല്ല, NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിൽ 1792 സ്റ്റോക്കുകൾക്ക് നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. അതേസമയം 1176 സ്റ്റോക്കുകൾക്ക് മാത്രമേ നഷ്ടത്തോടുകൂടിയും വ്യാപാരം അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നുള്ളൂ. ബോർഡർ മാർക്കറ്റ്സുകൾക്കും തരക്കേടില്ലാത്ത പ്രകടനം കാഴ്ചവെക്കുവാൻ സാധിച്ചതിനെ തുടർന്ന് നിഫ്റ്റി മിഡ് ക്യാപ്പിന് 1%, സ്മോൾ ക്യാപ്പിന് 0.5% നേട്ടവും കൈവരിക്കുവാനായി. ഇറ്റേണൽ, ടാറ്റ സ്റ്റീൽ, M&M, HDFC ലൈഫ്, ഭാരതി എയർടെൽ തുടങ്ങിയ സ്റ്റോക്കുകൾ ഇന്ന് നിഫ്റ്റിയിൽ നേട്ടം കൈവരിച്ചപ്പോൾ വിപ്രോ, ടാറ്റ കൺസ്യൂമർ, ഇൻഫോസിസ്, സിപ്ല, ITC തുടങ്ങിയ സ്റ്റോക്കുകൾക്ക് ഇന്ന് നിഫ്റ്റിയിൽ നഷ്ടവും നേരിടേണ്ടതായിട്ട് വന്നു. സെക്ടർ വൈസ് നോക്കുമ്പോൾ FMCG, IT മേഖലകളെ മാറ്റി നിർത്തിയാൽ ഇന്ന് ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഓട്ടോ, ഇൻഫ്ര, മീഡിയ, മെറ്റൽ, റിയാലിറ്റി, പ്രൈവറ്റ് ബാങ്ക് തുടങ്ങിയ മേഖലകൾക്ക് ഇന്ന് 1% മുതൽ 2% നേട്ടവും കൈവരിക്കുവാൻ സാധിച്ചു. അമേരിക്കൻ ഡോളറിനെതിരെ ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 4 പൈസയുടെ നേട്ടത്തോടുകൂടി 92.38 എന്ന ലെവലിലായിട്ട് തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും നേട്ടം തുടരുവാനുമായി. ഇന്ന് രാവിലെ നമ്മൾ പ്രീ മാർക്കറ്റ് റിപ്പോർട്ടിൽ കണ്ട പോലെ തന്നെ ഇന്നത്തെ പ്രധാനപ്പെട്ട ഒരു ഗ്ലോബൽ ഇവന്റ് ആയിരുന്നു റിസർവ് ബാങ്ക് ഓഫ് ഓസ്ട്രേലിയയുടെ ഭാഗത്ത് നിന്ന് വരാനിരുന്ന ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷൻ. ഓസ്ട്രേലിയയുടെ റിസർവ് ബാങ്ക് ഇൻട്രസ്റ്റ് റേറ്റ് 25 ബേസിസ് പോയിന്റ് വർദ്ധിപ്പിച്ചുകൊണ്ട് 3.85% നിന്നും 4.10% ഉയർത്തുകയാണ് ഉണ്ടായത്. തുടർച്ചയായി 4 ട്രേഡിംഗ് സെഷനിലെ നഷ്ടങ്ങൾക്ക് ശേഷം ഇന്ന് ഇന്ത്യൻ ഡിഫൻസ് മേഖലയ്ക്ക് 2% നേട്ടത്തോടുകൂടി വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി. ഇതിലേക്ക് പ്രധാനമായി നയിച്ചത് ഇന്നലെ രാത്രിയോടുകൂടി ഇന്ത്യയുടെ 2 അയൽപക്ക രാജ്യങ്ങളായ പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ രൂക്ഷമായതിനെ തുടർന്നുമാണ്. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്ന പുതിയ റിപ്പോർട്ടുകൾ പ്രകാരം ഇറാന്റെ സെക്യൂരിറ്റി ചീഫ് ആയിരുന്ന മിസ്റ്റർ അലി ലാരിജാനി ഇസ്രായേലിന്റെ ആക്രമണത്തെ തുടർന്ന് മരണപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്സും വരുന്നുണ്ട്. ഇനി നമുക്ക് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിനെ നേട്ടത്തിൽ തുടരുവാൻ സഹായിച്ച ഘടകങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ഇന്നലെ ഇന്ത്യൻ മാർക്കറ്റിൽ നിഫ്റ്റിക്ക് 23,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ബ്രേക്ക് ചെയ്യേണ്ടതായിട്ട് വന്നപ്പോൾ തന്നെ അതിശക്തമായ വാല്യൂ ബൈയിങ് പ്രകടമായിരുന്നു. അതിന്റെ ഒരു തുടർച്ച ഇന്നും ഇന്ത്യൻ മാർക്കറ്റിൽ പ്രതിഫലിക്കുകയുണ്ടായി. ഇന്നലത്തെ പോലെ തന്നെ ഇന്നും ഓട്ടോ, മെറ്റൽ, റിയാലിറ്റി തുടങ്ങിയ മേഖലകളിൽ അതിശക്തമായ ബൈയിങ് പ്രഷറും അനുഭവപ്പെട്ടു. മാത്രമല്ല, ഇന്ന് മുൻപ് നമ്മൾ കണ്ട പോലെ തന്നെ ITയെയും FMCG സെക്ടറിനെയും മാറ്റി നിർത്തിയാൽ ബാക്കി എല്ലാ മേഖലകൾക്കും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചു. ഇന്നലെ US മാർക്കറ്റുകൾക്ക് നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനായതും കൂടാതെ ഇന്ന് യൂറോപ്യൻ, ഏഷ്യൻ മാർക്കറ്റ്സിൽ അനുഭവപ്പെട്ട പോസിറ്റീവ്നെസിനെ തുടർന്ന് ഗ്ലോബൽ ക്യൂസ് പോസിറ്റീവായിട്ട് തന്നെ തുടർന്നതും ഇന്നലെ 4.5% ഇടിവ് രേഖപ്പെടുത്തിയ ഇന്ത്യ വിക്സ് വീണ്ടും ഇന്നും 8.38% ഇടിവോടുകൂടി 19.79 എന്ന ലെവലിലായിട്ടാണ് ക്ലോസിംഗും രേഖപ്പെടുത്തുകയുണ്ടായത്. അതുകൊണ്ട് തന്നെ ഇന്ത്യ വിക്സിന് ഈ മാസം 12-ാം തീയതി അഥവാ കഴിഞ്ഞ വ്യാഴാഴ്ചത്തെ ലെവലിലേക്ക് എത്തിച്ചേരുവാനും സാധിച്ചു. ഇതിനെല്ലാം പുറമെ തുടർച്ചയായി ഇന്ന് രണ്ടാമത്തെ ട്രേഡിംഗ് സെഷനിലും അമേരിക്കൻ ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് ശക്തമായ ചെറുത്തുനിൽപ്പ് നടത്തിക്കൊണ്ട് നേരിയതാണെങ്കിലും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കാനായതും. മാത്രമല്ല, ഇന്ന് കൊമോഡിറ്റിയിൽ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ അതിശക്തമായ ഉയർച്ച അനുഭവപ്പെടാതിരുന്നതും ഇന്ത്യൻ മാർക്കറ്റിന് ഗുണകരമായി തന്നെ മാറി. ഈ ഘടകങ്ങളൊക്കെ അനുകൂലമായി വന്നതുകൊണ്ട് തന്നെയാണ് ഇന്നും ഇന്ത്യൻ മാർക്കറ്റിന് അതിന് നേട്ടം
നിലനിർത്തിക്കൊണ്ട് വ്യാപാരം അവസാനിപ്പിക്കുവാനും സാധിച്ചത്. ഇനി നമുക്ക് ഗ്ലോബൽ മാർക്കറ്റുകൾ പരിശോധിക്കാം. നിലവിൽ യുഎസിലെ ഡോ ജോൺസ് ഫ്യൂച്ചർ നേരിയ നഷ്ടത്തിലാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നത്. യൂറോപ്യൻ മാർക്കറ്റ്സിൽ UK, ഫ്രാൻസ് മാർക്കറ്റുകൾ 0.5%, ജർമ്മൻ മാർക്കറ്റ് നേരിയ നേട്ടത്തോടുകൂടിയും വ്യാപാരത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്നു. ഏഷ്യൻ മാർക്കറ്റ്സിൽ ഇന്നാകെ ജപ്പാൻ മാർക്കറ്റിന് 0.5%, അതേസമയം ചൈനീസ് മാർക്കറ്റിന് 0.25%-ലേറെയും നഷ്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ബാക്കി എല്ലാ ഏഷ്യൻ മാർക്കറ്റ്സിനും നേട്ടത്തോടുകൂടി തന്നെ വ്യാപാരം അവസാനിപ്പിക്കുവാനുമായി ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെയും വിലയിൽ 3%-ലേറെ ഉയർച്ചയാണ് നിലവിൽ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ബ്രെന്റ് ക്രൂഡിന്റെ വില $103.46 പെർ ബാരൽ എന്ന നിലയിലായിട്ടും ക്രൂഡ് ഓയിലിന്റെ വില $96.69 പെർ ബാരൽ എന്ന നിലയിലുമായിട്ടാണ് വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഏകദേശം $1 ഉയർച്ചയാണ് പെർ ബാരലിൽ രാവിലത്തെ വെച്ച് നോക്കുമ്പോൾ ബ്രെന്റ് ക്രൂഡിന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ അനുഭവപ്പെടുന്നതും. അതേസമയം ഗോൾഡിന്റെ വില അതേപടി തന്നെ തുടരുന്നുമുണ്ട്. $5005.03 പെർ ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ വ്യാപാരം നടത്തിക്കൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ട്രാൻസ്റെയിൽ ലൈറ്റിംഗ്സ് UAE ആസ്ഥാനമായുള്ള കമ്പനിയുടെ അനുബന്ധ സ്ഥാപനത്തിൽ 31.5 കോടി രൂപയുടെ നിക്ഷേപം കമ്പനി നടത്തുന്നു. കൊട്ടാക് മഹീന്ദ്ര ബാങ്ക് ആവശ്യകത നിറവേറ്റുന്നതിനായി $2 ബില്യൺ പ്രൈവറ്റ് ക്രെഡിറ്റ് ഫണ്ട് ആസൂത്രണം ബാങ്ക് ചെയ്യുന്നുണ്ട്. ടൈം ടെക്നോപ്ലാസ്റ്റ് ഒരു പ്രമുഖ പൊതുമേഖലാ സ്ഥാപനത്തിൽ നിന്ന് 115.6 കോടി രൂപയുടെ CNG സിലിണ്ടർ ഓർഡർ കമ്പനിക്ക് ലഭിച്ചു. സൈഡസ് ലൈഫ് സയൻസ് ഇന്ത്യയിൽ ടൈപ്പ് 2 പ്രമേഹമുള്ള മുതിർന്നവർക്ക് നിർദ്ദേശിക്കുന്ന സെമാഗ്ലൂട്ടൈഡ് ഇഞ്ചക്ഷനുള്ള ലൈസൻസിംഗ് വിതരണ കരാറിൽ സൈഡസും ലുപ്പിനും തമ്മിൽ ഒപ്പുവയ്ക്കുകയുണ്ടായി. റീഗൽ എന്റർടൈൻമെന്റ് 8.5 കോടി രൂപ മൂല്യം വരുന്ന റൈറ്റ് ഇഷ്യൂവിനായിട്ടുള്ള തത്വത്തിലുള്ള അംഗീകാരം BSEയുടെ ഭാഗത്ത് നിന്നും കമ്പനിക്ക് ലഭിച്ചു. റെഡിംഗ്ടൺ യുദ്ധം തുടരുന്നതിനാൽ കമ്പനിയുടെ ഗൾഫിലുള്ള പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു എന്നുള്ള റിപ്പോർട്ട്സ് വരികയുണ്ടായി. ഇതിനെ തുടർന്ന് ഇന്ന് 5% ഇടിവും സ്റ്റോക്കിൽ അനുഭവപ്പെട്ടു. പുറവൻകര വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയിൽ നിന്ന് 280 കോടി രൂപയുടെ നിർമ്മാണ കരാർ കമ്പനിക്ക് ലഭിച്ചു. ഏവർക്കും ശുഭരാത്രി നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.